എല്ലാവർക്കും നമസ്കാരം. ഇത് കോയമ്പത്തൂർ ശ്രീ എഞ്ചിനീയർ ഹോളോ ബ്ലോക്ക് മെഷീൻ മാനുഫാക്ചറിങ്. ഞങ്ങളുടെ ഫാക്ടറിയിൽ ഞങ്ങൾ ഒരുപാട് മെഷീനറി ഉണ്ടാക്കുന്നുണ്ട്. ഹോളോ ബ്ലോക്സും സോളിഡ് ബ്ലോക്സും ഇന്റർലോക്കും ഫ്ലൈയാഷിൻ്റെ പേവറിൻ്റെ മറ്റെല്ലാ മെഷീനറി ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ കാണാൻ പോണത് മഡ് ഇന്റർലോക്ക് മെഷീന്. വരൂ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. നമുക്ക് ഈ മെഷീൻ വന്നിട്ട് 2 in 1 ഉപയോഗിക്കാം. എങ്ങനെ വെച്ചാൽ മിക്കവാറും മഡ് ഉപയോഗിക്കാം നമുക്ക്. അത് കൂടാതെ ഫ്ലൈയാഷും ഉപയോഗിക്കാം. അതായത് ഫ്ലൈയാഷ് ആകുമ്പോൾ ഉള്ളിൽ ചെറുതായിട്ട് ഒരു ഗാഡി ഒന്ന് വരും. മഡാകുമ്പോൾ നമുക്ക് പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ നാട്ടിലാകുമ്പോൾ മിക്കതും മഡാണ് മൂവിങ്, എല്ലാം മാക്സിമം മഡാണ് മൂവിങ്. ഫ്ലൈയാഷ് ബോർഡ് കിട്ടില്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് മഡാണ് ഒരുപാട് മൂവിങ്. ഈ കട്ടയുടെ സൈസ് വന്നിട്ട് നമുക്ക് 8, 5, 12 ഇത് വന്നിട്ട് 6, 5, 12 അങ്ങനെയുള്ള 2 സൈസാണ്. സപ്പോസ് നമുക്കൊന്ന് ഹൈറ്റ് കുറവായി വേണം അങ്ങനെ വെച്ചാൽ അതിനുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇതിലുണ്ട്. അതായത് നമുക്ക് 12 ഇഞ്ച് നീളം വേണ്ട, 10 ഇഞ്ച് മതി, അങ്ങനെ ആകുമ്പോൾ അതിന് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡൈ വന്നിട്ട് മൊത്തം എല്ലാം EN31 മെറ്റീരിയലാണ്. ചുറ്റുപാടും എല്ലാം EN31 മെറ്റീരിയലാണ്. അതേപോലെ ഉള്ളിൽ വന്നിട്ട് ഗാർഡ് വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് ഗാർഡ് ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാം. അതായത് ഇതെങ്ങനെ മെത്തേഡ് വെച്ചാൽ താഴെ മുകളിൽ 2 ഭാഗത്തും പ്രസ്സിങ് ആക്കും. പ്രസ്സിങ് സിസ്റ്റമാണിത്. അതായത് പഴയ ഇന്റർലോക്ക് നോക്കുമ്പോൾ നമുക്ക് താഴെ മാത്രം പ്രസ്സിങ് ആക്കും. നമുക്ക് മഡാകുമ്പോൾ 2 ഭാഗത്തും പ്രസ്സിങ് വേണം. അപ്പം കട്ട നല്ല സ്ട്രെങ്ത് കിട്ടും. ഇപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് എല്ലാം നട്ട് ബോൾട്ട് സിസ്റ്റമാണ്. എല്ലാം നോക്കും. അതേപോലെ ഈ സിലിണ്ടർ വന്നിട്ട് 80 ഡയോള സിലിണ്ടറാണിത്. സ്റ്റോക്ക് 550ആണിത്. ഇതേപോലെ 4 സിലിണ്ടർ ഉണ്ടാകും. ഇവിടെ 2 എണ്ണം, മുകളിൽ 2 എണ്ണം, ആ 4 സിലിണ്ടർ ഉണ്ടാകും. ഇതിൻ്റെ ചാനൽ എല്ലാം 10 ക്ക് 5 ചാനലെല്ലാം. മെയിൻ എല്ലാം ഹെവിയുള്ള ചാനലാണ്. ഹൈജാസ്റ്റ്, അതുകൂടാതെ താഴെയൊക്കെ വൈസാക്സിയിൽ. ഇത് വന്ന് ടാങ്ക്, ഓയിൽ ടാങ്കാണത്, പവർ പാക്ക്. ഇതിൻ്റെ കപ്പാസിറ്റി 300 ലിറ്റർ കപ്പാസിറ്റി, ഓയിൽ കപ്പാസിറ്റി. അപ്പോൾ ഇതിൻ്റെ പവർ നോക്കാൻ പോയി നമുക്ക് 10 HP ആണ് ഇവിടെ. ക്രാംപ്ടൺ ഗ്രീസ് മോട്ടർ 10 HP. അപ്പോൾ അതിൽ തന്നെ ഒരു പമ്പ് ജോയിൻ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ. ഇത് കൂജൻ പമ്പാണ്. ഇത് വലിയ പമ്പാണ്. ആക്ച്വലി ഇത് ഞാൻ വന്നിട്ട് ഫ്ലൈയാഷ് മെഷീനിൻ്റെ പവർ ഇടുന്ന ഒരു പമ്പാണത് ഞാൻ അതിലിട്ടിരിക്കുന്നത്. നല്ല ഹെവി ആയിരിക്കും. ഇവിടെ ഞാൻ ഒരു ഓയിൽ കൂളർ വെച്ചിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ ഓയിൽ ചൂടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഓയിൽ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് ഇന്നും ഒരു ഔട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് മെത്തേഡാണത്. ഇപ്പോൾ ഇത് എങ്ങനെ ചൂടാകാണ്ടിരിക്കുക വെച്ചാൽ നമ്മൾക്ക് ഒരു വെള്ളത്തൊട്ടി ഒന്ന് കട്ടിയിട്ട് മോട്ടർ ഒന്ന് വെച്ചിട്ട് ഇവിടെ ഔട്ട് കൊടുക്കണം. വെള്ളത്തിൻ്റെ ഒരു ഔട്ട് കൊടുക്കണം. കൊടുക്കുമ്പോൾ വെള്ളം ഉള്ളിൽ പോകും, ഓയിൽ ഉള്ളിൽ പോകും. അപ്പോൾ ഈ വെള്ളം തട്ടുമ്പോൾ ഓയിൽ ചൂടാകില്ല. അപ്പോൾ അതിന് പർപ്പസാണത്. ഓയിൽ ചൂടാകാൻ പാടില്ല. അപ്പോൾ അതിനോട് വെച്ചിരിക്കും. അപ്പോൾ അത് കൂടാതെ ഇവിടെ യൂക്കൺ വാൾസ് സൊളിനോയിഡ്സ് എല്ലാം വെച്ച് മാറ്റിയിട്ട് എല്ലാം യൂക്കണാണ് മൊത്തം. എല്ലാം ഇവിടെ വന്നു അവിടെ ഉണ്ടാവും. അതിൻ്റെ ഒരു ഗേജ് മീറ്റർ, നമുക്ക് എത്ര പ്രഷർ വേണമെന്ന് ഗേജ് മീറ്റർ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഈ ഭാഗത്ത്. അപ്പോൾ അതുകൂടാതെ എല്ലാം ഓസെല്ലാം 3/4 ഇഞ്ച് R2 ഓസുകളാണ്. എല്ലാ ഓസുകളും 3/4 ഇഞ്ചിൻ്റെ R2 ഓസുകളും നല്ല ചെക്കിങ് ചെയ്തെല്ലാം മാറ്റും ഞാൻ. എവിടെയും ഒന്നും ക്രാക്ക് വരാൻ പാടില്ല, പൊട്ടിപ്പോകാൻ പാടില്ല. ഇപ്പം നോക്കിയിട്ട് ഇതൊക്കെ സീംലെസ് പൈപ്പിൻ്റെ എല്ലാം പൈപ്പ്ലൈൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് അങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് സെൻസർ. ഇത് വന്നിട്ട് നമുക്ക് കട്ട നമുക്ക് അഡ്ജസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കട്ട നമുക്ക് 12 ഇഞ്ച് വേണം, 10 ഇഞ്ച് വേണം, 11 വേണം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. ഈ മെഷീനറി മൊത്തം കൺട്രോൾ ഈ പാനൽ ബോർഡാണ്. എല്ലാം ഇവിടെ ഉണ്ടാകും. ഇതിൻ്റെ MCPയും പിന്നെ PLC കൺട്രോള്, കോൺടാക്ടറും എല്ലാം ഇവിടെ ഉണ്ടാകും. ഇതിൻ്റെ ഡയഗ്രാം ഇവിടെ. ഇത് വന്നിട്ട് 3 ലൈറ്റ്, അത് 3 phase-ൻ്റെ RYP അങ്ങനെ. പിന്നെ അത് കൂടാതെ വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും ഒരു ചുറ്റുണ്ടാകും ഇവിടെ. ഇത് വന്നിട്ട് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ, അത് അതിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ അങ്ങനെ. പിന്നെ എല്ലാവർക്കും സംശയം ഉണ്ടാകും, ഇത്രയും വലിയ ഉയരമുള്ള മെഷീൻ എങ്ങനെ നമുക്ക് കട്ട് എടുക്കുക, എങ്ങനെ ഉപയോഗിക്കുക എന്നൊരു സംശയം ഉണ്ടാകും. ഇതങ്ങനെയല്ല. ഇത് വന്നിട്ട് നമ്മൾ വലിയ തൊട്ടി ഒന്ന് കട്ടണം. 4 അടി ആഴത്തിൽ വലിയ തൊട്ടി ഒന്ന് കട്ടിയിട്ട് തൊട്ടിനുള്ളിൽ മെഷീൻ ഉള്ളിൽ പോകും. അതായത് 4x4 അങ്ങനെ തൊട്ടി കെട്ടിയിട്ട് ഈ മെഷീൻ ഉള്ളിൽ പോകും. ഉള്ളിൽ പോകുമ്പോൾ ബാക്കിയുള്ള 6 അടി മുകളിലുണ്ടാകും. അപ്പം പണിയെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പണിയെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിരിക്കും. ഇത് അതുള്ള മെത്തേഡാണ്. ഇപ്പോൾ മെഷീൻ്റെ ചെറിയ കാര്യങ്ങൾ നോക്കി ഇതിൻ്റെ ഡെമോ എൻ്റെ ഫാക്ടറിയുടെ വരെ നമുക്ക് അതുകൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ മെഷീനെ കുറിച്ചിട്ട് നമുക്ക് ചെറിയതായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി. അതായത്
എന്തൊക്കെ മെറ്റീരിയൽസ് ഇട്ടിരുന്നാണ് അങ്ങനെയൊക്കെ കാര്യം നോക്കി ഒരു ചെറിയ ഡെമോ നോക്കി. ഇപ്പോൾ നിങ്ങൾ മെഷീൻ വാങ്ങിക്കുകയാണെങ്കിൽ ഇത് മാത്രം മതിയാവില്ല, ഈ പൊടിക്കാനുള്ള ഒരു മെഷീനും വേണം. ഇത് മിക്സർ ഒന്ന് മിക്സിംഗ് ആക്കുക, ഒരു മിക്സർ വേണം. ഇത് നമ്മൾ മെഷീൻ വാങ്ങിക്കുമ്പോൾ ഉറപ്പായിട്ട് ഈ പാൻ മിക്സറിന് വാങ്ങിക്കണം. എന്താ വെച്ചാൽ ഉള്ളിൽ 2 റോളറും 2 ഹാൻഡ് ഉണ്ടാകും. അപ്പോൾ ഈ റോളർ വന്നിട്ട് ഈ ചെമ്മൺ പൊടിയൊക്കെ നല്ലോണം പൊടിച്ച് നല്ല നന്നായിട്ട് നല്ല മിക്സിംഗ് ആക്കും. ഇത് വന്നിട്ട് നമുക്ക് വലിയ വലിയ ചെമ്മൺ കട്ട വരുമ്പോൾ ഉള്ളിട്ട് തട്ടുമ്പോൾ നല്ല പൊടിയായിട്ട് താള പോളും. അപ്പോൾ ഇതെന്തായാലും ഇതും വേണം, ഈ മെഷീനും വേണം. ഇത് കൂടാതെ ഒരു ഷാൻസിയർ മെഷീൻ ഒന്നുണ്ട് ഫിൽട്ടർ ചെയ്യാനുള്ളത്. അത് വാങ്ങിച്ചാൽ ഈ 4 മെഷീൻ വാങ്ങിച്ചാൽ ഈ മഡ് ബ്ലോക്ക് നമുക്ക് ഓട്ടിക്കാം. അല്ല സപ്പോസ് നിങ്ങളുടെ അടുത്ത് ആൾറെഡി സാർ ഇതൊക്കെ ഉണ്ട്, എനിക്ക് മെഷീൻ മാത്രം മതി പറഞ്ഞാൽ ഞാൻ മെഷീൻ സപ്ലൈ ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കി നമുക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളും അറിയുകയാണെങ്കിൽ താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാകും, എനിക്ക് വിളിച്ചോളൂ. ഇനി വിശദമായി പറഞ്ഞുതരാം. നന്ദി, നമസ്കാരം.